HPCL ബാങ്ക് ഓഫ് ബറോഡയും ചേർന്ന് പുറത്തിറക്കിയ BOB HPCL എനർജി ക്രെഡിറ്റ് കാർഡാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ഒരു കാർഡ് എനിക്കിപ്പോൾ പ്രീ അപ്രൂവ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാർഡിന് അപ്ലൈ ചെയ്യുന്ന മെത്തേഡും അതുപോലെ തന്നെ ഇതെങ്ങനെ നമുക്ക് UPI ആപ്പിൽ ലിങ്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. മാത്രമല്ല ഈ ഒരു കാർഡിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഫ്യൂൽ ട്രാൻസാക്ഷൻ ചെയ്യുന്ന ആളുകൾക്ക് മികച്ച ബെനിഫിറ്റ് തരുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണിത്. പരമാവധി ഓരോ ട്രാൻസാക്ഷൻസിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം 5% വരെ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ അൺലിമിറ്റഡ് ആയിട്ട് ഒരു 5% ക്യാഷ് ബാക്ക് ഒരിക്കലും കിട്ടുന്നതല്ല. അപ്പോൾ അതിനെല്ലാം ക്യാപ്പും ലിമിറ്റും എല്ലാം ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് ഫ്യൂൽ ട്രാൻസാക്ഷൻസിന് ഏകദേശം ഒരു 5% വെച്ചിട്ട് ഏകദേശം ഒരു ഇയർലി 80 ലിറ്റർ പെട്രോൾ വരെ ഈ ഒരു കാർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഈ ഒരു ക്യാപ്പ് എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു കാർഡിന് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ BOBയുടെ ഏതെങ്കിലും കാർഡിന് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അപേക്ഷ കൊടുക്കാനുള്ള ലിങ്ക് ഡീറ്റെയിൽ വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ തന്നിട്ടുണ്ട്. മാത്രമല്ല ഏത് ക്രെഡിറ്റ് കാർഡ്സിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള abdulrasheedmukkam.com എന്ന ആ ഒരു സൈറ്റ് വിസിറ്റ് ചെയ്താൽ അതിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്യുക. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാർഡിന് ഞാൻ ഈ പ്രീ അപ്രൂവ്ഡ് ആയിട്ട് എലിജിബിൾ ആവാനുള്ള കാരണം ഓൾറെഡി എൻ്റെ പക്കൽ BOBയുടെ മറ്റൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓഫർ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ജോയിൻ ഫീസും ആനുവൽ ഫീസും ഒന്നും ഇല്ലാതെ ലൈഫ് ടൈം ഫ്രീ ആയിട്ടാണ് ഈ ഒരു കാർഡ് ഇപ്പം എനിക്ക് കിട്ടിയിട്ടുള്ളത്. മാത്രമല്ല ഇത് റൂപേ വേരിയന്റിലാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് എങ്ങനെ നമുക്ക് ഫോൺ പേയിൽ ലിങ്ക് ചെയ്യാൻ പറ്റും, എങ്ങനെ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും, അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു കാർഡിനെ പറ്റി ആദ്യമായിട്ടാണ് നിങ്ങൾ അറിയുന്നതെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീഡിയോക്ക് ലൈക്കൊക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ഫ്രീക്വന്റ് ആയിട്ട് കിട്ടുന്നതാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അപ്ഡേറ്റ്സ് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഡു കൺസിഡർ. അപ്പോൾ നമുക്ക് ഈ ഒരു കാർഡിന് എങ്ങനെയാണ് ഈ ഒരു പ്രീ അപ്രൂവ്ഡ് ആയിട്ട് വന്ന ഓഫർ അവൈൽ ചെയ്യാൻ പറ്റുന്ന ആദ്യം നോക്കാം. അപ്പോൾ ഈ ഒരു കാർഡിനെ പറ്റി ഓൾറെഡി അറിയുന്ന ആളാണെങ്കിൽ ഈ ഒരു അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് കണ്ട ശേഷം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. എൻഡ് ഓഫ് ദ വീഡിയോ നമുക്ക് ഇതിന്റെ മുഴുവനായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നോക്കുന്നുണ്ട്. പല വീഡിയോസിലും മുഴുവനായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ഏതെല്ലാം ഹിഡൻ ചാർജസ് ഉണ്ട് അങ്ങനെയുള്ള മുഴുവൻ ഡീറ്റെയിലും കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എൻഡ് വരെ വാച്ച് ചെയ്യുക. പ്രോസസ് വളരെ സിമ്പിൾ ആണ്. നിങ്ങളുടെ പക്കൽ ഓൾറെഡി ഒരു BOB കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കാർഡിന്റെ മുൻവശത്തുള്ള 16 നമ്പറിൽ അവസാനം 4 ഡിജിറ്റ് ഒന്ന് എൻ്റർ ചെയ്യുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ രജിസ്റ്റേർഡ് നമ്പറിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP എൻ്റർ ചെയ്തൊന്ന് വെരിഫൈ ചെയ്യുക. ഇപ്പം നെക്സ്റ്റ് പേജിൽ കാണാം കാർഡിന്റെ നല്ലൊരു ഇമേജ് വന്നിട്ടുണ്ട്. ഇതൊരു ഡിജിറ്റൽ ഓൺലി കാർഡാണ്, ഫിസിക്കലായിട്ട് കാർഡ് കിട്ടുന്നതല്ല. ഓൾറെഡി നമ്മുടെ പക്കൽ ഇതിന്റെ ഫിസിക്കൽ കാർഡും മറ്റ് കാർഡ് ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ഡിജിറ്റലി മാത്രം കിട്ടുന്നത്. ഇപ്പം നമ്മുടെ ഓഫർ കാർഡ് ചാനലിൽ നോട്ടിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിൻട്ര പോലെയുള്ള പ്ലാറ്റ്ഫോംസിലെല്ലാം നല്ല ഓഫേഴ്സ് വരുന്ന സമയത്ത് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഓഫർ കാർഡിന്റെ ലിങ്ക് താഴെയുണ്ട്. നമുക്ക് ടെലഗ്രാമിലും ഇൻസ്റ്റഗ്രാമിലും അതുപോലെ വാട്സപ്പിലും അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ്സ് കിട്ടാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ കാർഡിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് 80 ലിറ്റർ പെട്രോൾ വരെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു കാർഡ് ഉപയോഗിച്ചിട്ട് ഒരു വർഷം. അതുപോലെ തന്നെ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ 60 ദിവസത്തിനൊക്കെ നിങ്ങൾ 5000 റുപ്പീസ് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 2000 ബോണസ് റിവാർഡ് പോയിന്റ്സ് കിട്ടും. ഏകദേശം 500 രൂപയ്ക്ക് തുല്യമാണത്. അതുപോലെ തന്നെ നമുക്കിതിൽ 10 റിവാർഡ് പോയിന്റ്സ് യൂട്ടിലിറ്റി സ്പെൻസിന് കിട്ടും. 10 റിവാർഡ് പോയിന്റ്സ് എന്ന് പറയുമ്പോൾ 150 രൂപ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് 10 റിവാർഡ് പോയിന്റ്സ് കിട്ടും. യൂട്ടിലിറ്റി സ്പെൻസിനാണ് അത് കിട്ടുന്നത്. അതുപോലെ തന്നെ ഗ്രോസറി ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ സ്പെൻസിനുള്ള നമുക്ക് 150 രൂപ ചെലവഴിക്കുന്ന സമയത്ത് 2 റിവാർഡ് പോയിന്റ്സ് ആണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു യൂട്ടിലിറ്റി സ്പെൻസിന് നമുക്ക് നല്ലപോലെ റിവാർഡ് ഈ ഒരു കാർഡ് തരുന്നുണ്ട്. മാത്രമല്ല ഇയർലി 4 കോംപ്ലിമെന്ററി ലോഞ്ച് ആക്സസും ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ക്വാർട്ടർലി 1 വെച്ചിട്ട് 4 തവണ ഈ ഒരു ലോഞ്ച് വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഏകദേശം 25% വരെ നമുക്ക് പിന്നെ മൂവി ടിക്കറ്റ്സിന് ഓഫ് തരുന്നുണ്ട്. 100 രൂപ വരെ നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. PTMലാണ് ഒരു ഓഫർ കിട്ടുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു കാർഡിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. പിന്നെ ഈ ഒരു എക്സിസ്റ്റിംഗ് കാർഡിന്റെ ലിമിറ്റ് ഷെയർ ചെയ്യുന്ന മെത്തേഡ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു 65,000 രൂപയാണ് എൻ്റെ കാർഡിലുള്ള ലിമിറ്റ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ആകും. അപ്പോൾ നമ്മളത് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ആകും. അതാണ് അതിന്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനുള്ള കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ടാപ്പ് ചെയ്യുക. കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ടാപ്പ് ചെയ്യുന്നതോടുകൂടി നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് ചെല്ലാനായിട്ട് പറ്റും. ഇവിടെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാണാനായിട്ട് പറ്റും. അതെല്ലാം നമ്മളൊന്ന് എഗ്രി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ നമുക്കൊരു ബോക്സ് കാണാം. അതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് ജനറേറ്റ് OTP എന്ന ബട്ടൺ ടാപ്പ് ചെയ്യുക. ഇതോടുകൂടി ഒരു OTP വരും. ആ ഒരു OTP കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കാർഡ് നമുക്ക് ഇഷ്യൂ ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഡിജിറ്റൽ കാർഡ് റെഡിയാണ്. ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ലിമിറ്റ് എല്ലാം, അതായത് ട്രാൻസാക്ഷൻ ലിമിറ്റ് സെറ്റ് ചെയ്യുന്നതിനായിട്ടൊരു OTP വെരിഫിക്കേഷൻ ഉണ്ട്. OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഭീം, അതുപോലെ PTM, ഫോൺപേ, മൊബൈൽക്ക്, ഈ ഗൂഗിൾ പേ ഇതിലെല്ലാം ഈ ഒരു കാർഡ് ലിങ്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് ആ ഒരു ലിങ്കിങ് പ്രോസസ്സ് ഒന്ന് വളരെ ക്വിക്കായിട്ട് കാണാം. അപ്പോൾ ഞാനിവിടെ ഫോൺ പേയിലൂടെയാണ് ചെയ്യുന്നത്. ഫോൺ പേ ആപ്പിൽ നമ്മുടെ പ്രൊഫൈൽ ഐക്കണിലേക്ക് ചെല്ലുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് താഴെ കാണാം UPI ആയിട്ട് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ചെന്ന് നമ്മുടെ ഈ ഒരു ബാങ്ക് ഓഫ് ബറോഡ ക്രെഡിറ്റ് കാർഡ് എന്ന് കാണാം. അതിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതോടുകൂടി നമ്മുടെ അക്കൗണ്ട് ഇങ്ങനെ ഫെച്ച് ആയിക്കൊണ്ടിരിക്കും. ഇത് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്രെഡിറ്റ് കാർഡുമായി ലിങ്ക് ആയിട്ടുള്ള മൊബൈൽ നമ്പറുള്ള ഫോണിലായിരിക്കണം നിങ്ങൾ ചെയ്യുന്നത്. അവിടെ നമുക്ക് സെറ്റ് പിന്നെന്ന് കാണാം. അതിലൊന്ന് ടാപ്പ് ചെയ്യുക. എന്നിട്ട് ആ ഒരു കാർഡിന്റെ അവസാനം
6 നമ്പർ അതുപോലെ തന്നെ എക്സ്പയറി ഡീറ്റെയിൽ എല്ലാം എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു OTP വെരിഫിക്കേഷൻ ഉണ്ടാവും. അതും കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതോടുകൂടി നമുക്ക് ഈ ഒരു പിന്ന് സെറ്റ് ചെയ്യാനുള്ള വിൻഡോ വരും. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 4 നമ്പർ പിന്ന് സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പിൻ എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഒരു ഗൂഗിൾ പേ, ഫോൺ പേ വഴിയെല്ലാം ട്രാൻസാക്ഷൻ ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ ഏതെങ്കിലും സ്കാൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പിന്നായിരിക്കണം ട്രാൻസാക്ഷൻ കോഡായിട്ട് കൊടുക്കേണ്ടത്. അതായത് നിങ്ങളുടെ ആ ഒരു UPI പിന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ നിലവിലുള്ള ഗൂഗിൾ പേയുടെ പോലെയുള്ള പിന്നെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളത് സക്സസ്ഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു പ്രീ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഓഫർ വന്നു കഴിഞ്ഞാൽ അത് ആക്ടിവേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ UPI ആപ്പിൽ ഈ ഒരു കാർഡ് ആഡ് ചെയ്യുന്നതും ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്നതും. അപ്പോൾ ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നിലവിൽ ഓൾറെഡി BOB കാർഡുള്ള ആളുകൾക്കാണ് ഈ ഒരു മെത്തേഡ് വർക്ക് ആകുന്നത്. അപ്പം നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള BOB കാർഡ് ഇല്ല എങ്കിൽ പുതിയൊരു കാർഡിന് അപ്ലൈ ചെയ്യാനാണെങ്കിൽ വീഡിയോ ലിങ്ക് ഞാൻ താഴെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കാർഡിൻ്റെ പ്രധാനപ്പെട്ട ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം വളരെ ക്വിക്കായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു കാർഡ് ഡീറ്റെയിൽ എല്ലാം ഓൾറെഡി നിങ്ങൾ അറിയുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഇവിടെ വെച്ച് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല ഇതിൻ്റെ മുഴുവൻ ടേംസ് ആൻഡ് കണ്ടീഷൻസും അറിയണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു പ്രോസസ്സ് ഒന്ന് കാണാം. ഇനി നമുക്ക് ഈ ഒരു കാർഡിൻ്റെ പ്രധാനപ്പെട്ട ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് താഴോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്യൂവൽ ട്രാൻസാക്ഷൻസിനാണ് ഈ ഒരു കാർഡ് വഴി പ്രധാനമായിട്ട് നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ ഫ്യൂവൽ ട്രാൻസാക്ഷൻസിനും നമുക്ക് 5% സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവരുടെ പാർട്ട്ണർ ഫ്യൂവൽ പമ്പുകളിൽ മാത്രം, അതായത് HPCL ഔട്ട്ലെറ്റ് വഴിയായിരിക്കണം നിങ്ങൾ ഈ ഒരു ട്രാൻസാക്ഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഏകദേശം 150 രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് 24 റിവാർഡ് പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് ഈ ഒരു കാർഡിലൂടെ കിട്ടാൻ പോകുന്നത്. ഓൾസോ നിങ്ങൾക്ക് 1% ഫ്യൂവൽ സർചാർജ് വൈവറും കിട്ടും. ഈ 24 റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഏകദേശം 4% തുല്യമാണ്. അപ്പോൾ ഈ ഒരു 1% ഫ്യൂവൽ സർചാർജ് വൈവറും കൂടെ ചേരുന്ന സമയത്ത് നിങ്ങൾക്ക് 150 രൂപ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് 5% നിങ്ങൾക്ക് റിവേഴ്സ് ആയിട്ട് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം തരക്കുകളില്ലാത്ത ഒരു സേവിങ്സ് തന്നെയാണ് ഫ്യൂവൽ ട്രാൻസാക്ഷൻ നമുക്ക് ഈ ഒരു കാർഡിലൂടെ കിട്ടുന്നത്. ഇത് നമുക്ക് LPG പർച്ചേസിനും അതുപോലെ തന്നെ HP Pay ആപ്പിലൂടെയുള്ള ട്രാൻസാക്ഷൻസിനെല്ലാം ഈ ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ HP Pay ആപ്പിൽ നിങ്ങൾക്കൊരു HP Pay വാലറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ ആ ഒരു വാലറ്റ് ടോപ്പ് അപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് ഈ ഒരു റിവാർഡ് കിട്ടുന്നതല്ല. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പോൾ ഓവറോൾ നമുക്കൊരു 5% ഈ ഒരു കാർഡിലൂടെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ ചെയ്യുന്ന ട്രാൻസാക്ഷൻ അൺലിമിറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ബസ് ലോറിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് അൺലിമിറ്റഡ് ആയിട്ട് ഫില്ല് ചെയ്യാൻ പറ്റുമെന്ന് കരുതരുത്. അപ്പോൾ അതിനൊരു ക്യാപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാർഡുമായി ബന്ധപ്പെട്ട ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു കാർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. പിന്നെ നമുക്കിതിൽ HP Pay ആപ്പിലൂടെ നിങ്ങൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻസിന് ഒരു 1.5% ക്യാഷ് ബാക്ക് 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് പേ ബാക്ക് പോയിൻറ്റ്സിൻ്റെ രൂപത്തിലും കിട്ടുന്നതാണ്. അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഒരു ബെനിഫിറ്റാണിത്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പേ ബാക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ 25 പൈസയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നല്ലപോലെ സേവ് ചെയ്യാനായിട്ട് പറ്റും. അത്യാവശ്യം ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പേ ബാക്ക് പോയിൻറ്റിൻ്റെ രൂപത്തിൽ നമുക്ക് കുറച്ചൊക്കെ സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമുക്ക് മൊബിക്വിക്ക് ആപ്പിലൂടെ എല്ലാം നമുക്ക് റിഡീം ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആക്സിലേറ്റർ റിവാർഡ് പോയിന്റ്സിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 150 രൂപയ്ക്ക് 10 റിവാർഡ് പോയിന്റ്സ് കിട്ടും നിങ്ങൾ യൂട്ടിലിറ്റി കാറ്റഗറിയിലൊക്കെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ. ബാക്കിയുള്ള എല്ലാ സ്പെൻസിനും നിങ്ങൾക്ക് 150 രൂപ ചിലവഴിക്കുമ്പോൾ 2 റിവാർഡ് പോയിന്റ് ആണ് കിട്ടുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു 4 കോംപ്ലിമെൻ്ററി ലോഞ്ച് ആക്സസ് ഈ ഒരു കാർഡിൻ്റെ ഭാഗമാണ്. ഒരു ലോഞ്ച് എല്ലാം വിസിറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 1200-1500 രൂപ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് എയർപോർട്ടിലൂടെ ട്രാവൽ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇതൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം നിങ്ങളുടെ പക്കൽ 2-3 കാർഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ലോഞ്ച് വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് മികച്ച അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നിങ്ങളുടെ പക്കൽ ഈ ഒരു കാർഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു 1500 രൂപ അല്ലെങ്കിൽ 2000 രൂപയൊക്കെ കോസ്റ്റ് വരുന്ന ലോഞ്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വിസിറ്റ് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഫുഡ് ബീവറേജസ് എല്ലാം അവൈലബിൾ ആയിരിക്കും. ഇത് ക്വാർട്ടർലി 1 വെച്ചിട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും മികച്ചൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നിങ്ങൾ Paytm ആപ്പിലൂടെ ചെയ്യുന്ന മൂവി ടിക്കറ്റിന് ഈ ഒരു കാർഡിൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. 25% വരെ ഓഫാണ് കിട്ടുന്നത്. പരമാവധി 100 രൂപ വരെ അത്തരത്തിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് മിനിമം 2 ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമാണ് ആ ഒരു ഓഫർ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റുക. കാർഡിൻ്റെ ഇമേജ് ഇതാണ് കൊടുത്തിട്ടുള്ളത്. BOB കാർഡ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. HP യുടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ് ചെയ്യാം. അതിൻ്റെ സിമ്പിൾ ഇവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ കാർഡ് ഹോൾഡറുടെ പേര് ടൈപ്പ് ചെയ്ത് വരും. അതുപോലെ തന്നെ എനർജി എന്ന് എഴുതിയിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. പിന്നെ നമുക്കിത് ജോയിനിങ് ഫീ വരുന്നത് 499 ആണ്. ആനുവൽ ഫീ വരുന്നത് 499 ആണ്. അപ്പോൾ ആ ഒരു ആനുവൽ ഫീ നമുക്ക് ഒഴിവാക്കിയിട്ട് കിട്ടും. പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇത് ലൈഫ് ടൈം ഫ്രീ ആയിട്ടാണ് കേട്ടോ. അതായത് ജോയിനിങ് ഫീസും ആനുവൽ ഫീസും ഇല്ലാതെ കിട്ടിയതാണ്. കാരണം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാർഡ് ഹോൾഡർ ആയതുകൊണ്ട് ആ ഒരു ബെനിഫിറ്റ് കിട്ടിയിരുന്നു. പിന്നെ നമുക്ക് മൈൽ സ്റ്റോൺ സ്പെൻസിന് ഈ ഒരു ആനുവൽ ഫീ ഒഴിവാക്കിയിട്ട് കിട്ടും. ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് വരാം. പിന്നെ നമ്മൾ ജോയിനിങ് ബോണസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് 500 റിവാർഡ് പോയിന്റ്സ് ആണ്. ബട്ട് ഐ തിങ്ക് ഏകദേശം 2000 റിവാർഡ് പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാർഡ് റീസെൻ്റ് ആയിട്ട് എടുത്തിട്ടുള്ള ആളുകളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. 5000 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ ഈ ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ 60 ദിവസത്തിനകം സ്പെൻഡ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമാണ് ആ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ ആ ഒരു ഫീ വേവർ ഒഴിവാക്കിയിട്ട് കിട്ടണം. അതായത് ആനുവൽ ഫീ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ കാർഡ് കിട്ടിക്കഴിഞ്ഞ്
ഒരു വർഷം നിങ്ങൾ മിനിമം 50,000 രൂപയ്ക്ക് മുകളിൽ ചിലവഴിക്കുകയാണെങ്കിൽ ആ ഒരു ആനുവൽ ഫീ നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് കിട്ടും. ആനുവലി 499 കൊടുക്കേണ്ടതില്ല. അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഫ്രീ കാർഡ് തന്നെയാണ്. അതായത് നിങ്ങൾ ഈ 50,000 രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ചാർജ് ഓഫ് ഫീസ് ഒന്നും തന്നെ കൊടുക്കേണ്ടതില്ല. പിന്നെ ചുരുക്കം ചില ആളുകളുടെ ഡൗട്ടാണ്, ഈ ഒരു കാർഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തീരെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എന്തെങ്കിലും മാസത്തിൽ അടക്കേണ്ടി വരുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ നിങ്ങൾ തീരെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഏത് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിലും നിങ്ങൾ പ്രത്യേകിച്ചൊന്നും പേ ചെയ്യേണ്ടതില്ല. ഈ ഒരു ആനുവൽ ഫീ മാത്രമാണ് നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ട് വരിക. പിന്നെ ഫ്യൂവൽ സർചാർജ് വൈവർ നമുക്ക് 1% ഈ ഒരു കാർഡിൽ കിട്ടുന്നുണ്ട്. HPCL ഫ്യൂവൽ ട്രാൻസാക്ഷൻസിനാണ് ഈ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത്. 400 രൂപയ്ക്കും 5000 രൂപയ്ക്കും ഇടയിലുള്ള ട്രാൻസാക്ഷൻസിനായിരിക്കും ഇത്തരത്തിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റുക. ആ ഒരു ബെനിഫിറ്റും ഇതിൻ്റെ ഭാഗമാണ്. പിന്നെ നമ്മൾ ചെയ്യുന്ന 2500 രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം നമുക്ക് സ്മാർട്ട് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. 6 to 36 മന്ത് വരെ നമുക്കത് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. റിവാർഡ് പോയിൻറ്റ്സ് 60 ദിവസത്തിനകമാണ് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്ത് 60 ദിവസത്തിനകം അത് നമ്മുടെ കാർഡിലേക്ക് തന്നെ ക്രെഡിറ്റ് ആവും. അതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ആക്സിലേറ്റർ റിവാർഡ് പോയിൻറ്റ്സിൻ്റെ ക്യാപ്പ് വരുന്നത് മാക്സിമം 1000 റിവാർഡ് പോയിൻറ്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു ബില്ലിംഗ് സൈക്കിളിൽ. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് കിട്ടാവുന്നത് പരമാവധി 250 രൂപ സേവിങ്സ് ആയിരിക്കും ആ ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് കിട്ടുക. ഒരു റിവാർഡ് പോയിൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 25 പൈസയാണ്. റിവാർഡ് പ്രോഗ്രാം ചില സെലക്റ്റഡ് മെർച്ചൻസിനെല്ലാം അവൈലബിൾ അല്ല. അതൊക്കെ നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്തായിരിക്കും നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. പിന്നെ ഫ്യൂവൽ സർചാർജ് വൈവർ എന്ന് പറയുന്നത് ഓരോ സ്റ്റേറ്റ്മെൻറ്റിലും നിങ്ങൾക്ക്, അതായത് ഒരു മാസം നിങ്ങൾക്ക് പരമാവധി 100 രൂപ വരെ അത്തരത്തിൽ ഫ്യൂവൽ സർചാർജ് വൈവർ കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ അൺലിമിറ്റഡ് ആയിട്ട് ഫ്യൂവൽ ട്രാൻസാക്ഷൻ ചെയ്യുകയാണെങ്കിൽ പരമാവധി 100 രൂപ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു 1% ഫ്യൂവൽ സർചാർജ് വൈവർ കിട്ടുന്നതല്ല. അപ്പോൾ അതൊക്കെ ഇതിൽ പ്രധാനമായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. UPI ട്രാൻസാക്ഷൻസിന് നമുക്ക് കോർ റിവാർഡ് പോയിൻറ്റ്സ് മാത്രമാണ് കിട്ടുക. മാക്സിമം 500 റിവാർഡ് പോയിൻറ്റ്സ് വരെ മാത്രമേ നിങ്ങൾക്കൊരു സൈക്കിൾ ഏൺ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ, ഒരു ബില്ലിംഗ് സൈക്കിൾ ഏൺ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഒരു UPI ട്രാൻസാക്ഷൻ നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനും അൺലിമിറ്റഡ് ആയിട്ട് റിവാർഡ് പോയിന്റ് കിട്ടുമെന്ന് കരുതരുത്. പരമാവധി ഒരു ബില്ലിംഗ് സൈക്കിളിൽ നിങ്ങൾക്ക് 125 രൂപ വരെ മാത്രമേ ആ ഒരു കാറ്റഗറിയിൽ സേവ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. മാത്രമല്ല നമ്മുടെ ജോയിനിങ് റിവാർഡ്സിനും അതുപോലെ ആനുവൽ ഫീ വൈവറിനും ഈ ഒരു ട്രാൻസാക്ഷൻസ് ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യുന്നതല്ല. കീപ്പ് ഇൻ മൈൻഡ്. അപ്പോൾ നിങ്ങൾ ആ ഒരു UPI ട്രാൻസാക്ഷൻ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ 50,000 രൂപയ്ക്ക് മുകളിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ആനുവൽ ഫീ വൈവർ കിട്ടുന്നതല്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. പിന്നെ നമുക്ക് ഈ ഒരു ഫ്യൂവൽ ട്രാൻസാക്ഷൻസിൻ്റെ ആ ഒരു റിവാർഡ് പോയിൻറ്റ്സ് എത്രത്തോളം കിട്ടുമെന്ന് ചോദിച്ചാൽ പല ആളുകൾക്കും ആ ഒരു സംശയം ഉണ്ടാവും. അത് നിങ്ങൾക്ക് കിട്ടാവുന്നത് ഒരു ബില്ലിംഗ് സൈക്കിളിൽ പരമാവധി 1000 റിവാർഡ് പോയിൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ അൺലിമിറ്റഡ് ആയിട്ട് ഈ ഒരു പോയിന്റ് കിട്ടുമെന്ന് കരുതരുത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബില്ലിംഗ് സൈക്കിളിൽ പരമാവധി നിങ്ങൾക്ക് കിട്ടാവുന്നത് 250 രൂപ സേവിങ്സ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു യൂട്ടിലിറ്റി കാറ്റഗറിയിലും അതിൻ്റെ ക്യാപ്പ് വരുന്നത് 1000 റിവാർഡ് പോയിൻറ്റ്സ് തന്നെയാണ്. ഓൾറെഡി നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞു, ഏകദേശം 80 ലിറ്റർ പെട്രോൾ വരെ നമുക്ക് ഒരു ഇയർലി കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു 8,000-9,000 റുപ്പീസൊക്കെ ആയിരിക്കും നമുക്ക് ഈ ഒരു ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത്. ഇനി നമുക്കിതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒന്ന് ഡീപ്പായിട്ട് നോക്കാം. ഇന്ത്യൻ റെസിഡൻ്റ് ആയിട്ടുള്ള ആളായിരിക്കണം. 21 വയസ്സിനും 65 വയസ്സിനും ഇടയിലുള്ള ആളുകൾക്ക് ഈ ഒരു കാർഡിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പ്രൈമറി കാർഡ് ഹോൾഡർ ആയിരിക്കണം. ഇനി നിങ്ങൾക്ക് ഇതൊരു ആഡ് ഓൺ കാർഡായിട്ട് നിങ്ങളുടെ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും കൊടുക്കാനാണെങ്കിൽ അത് 18 വയസ്സ് മാത്രം പ്രായമുള്ള ആളുകൾക്ക് ഈ ഒരു കാർഡിന് അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ്. അതായത് ആഡ് ഓൺ കാർഡായിട്ട് മാത്രമേ നിങ്ങൾക്ക് 18 വയസ്സ് മുതൽ പ്രായമുള്ളവർക്ക് എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പ്രൈമറി കാർഡ് ഹോൾഡർ ആണെങ്കിൽ 21 വയസ്സ് പൂർത്തിയായിരിക്കണം. പിന്നെ സാലറിഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ ഇൻകം എന്ന് പറയുന്നത് 3.6 ലാക്ക് ആയിരിക്കണം. അതുപോലെ സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിൽ 4,80,000 രൂപയായിരിക്കണം. ഇനി അഥവാ നിങ്ങൾക്ക് BOB ബാങ്കിൽ, അതായത് ബാങ്ക് ഓഫ് ബറോഡയിൽ അക്കൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും റിലേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇൻകം 2,40,000 രൂപ ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു കാർഡിന് എലിജിബിൾ ആയിരിക്കും. മാത്രമല്ല മാൻഡേറ്ററി പ്രൂഫായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊടുക്കണം, പാൻ കാർഡ് കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾ താഴെ തന്നെ ലിങ്ക് വഴി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതിനൊന്നും ആവശ്യം വരുന്നില്ല. കാരണം ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് ഡിജിറ്റലാണ്. വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പെർമനൻറ്റ് അഡ്രസ് പ്രൂഫായിട്ട് ആധാർ കാർഡ്, അതുപോലെ വോട്ടർ ID, പിന്നെ പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, ജോബ് കാർഡ്, അങ്ങനെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ID കാർഡ്സ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ഇൻകം പ്രൂഫ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കാണാം, സാലറിഡ് ആയിട്ടുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ സാലറി റിഫ്ലക്റ്റ് ചെയ്യുന്ന അവസാന 2 മാസക്കാലത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരിക. അല്ലെങ്കിൽ സാലറി സ്ലിപ്പ് കൊടുത്താലും മതി. ഇനി നിങ്ങൾ സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഒക്കെ വരുന്ന അവസാന 3 മാസക്കാലത്തെ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം. BOB HPCL എനർജി ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു കാർഡ് സ്വന്തമാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഡീറ്റെയിൽ വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ തന്നിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മാത്രമല്ല നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ abdulrasheedmukkam.com എന്ന പ്ലാറ്റ്ഫോമിലും അതിൻ്റെ മുഴുവൻ ഡീറ്റെയിലും ഉണ്ട്. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക.
ഓൺലൈനിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ഡീൽസും ഓഫേഴ്സും എല്ലാം നമ്മുടെ ഓഫർ കാർട്ട് എന്ന വാട്സ്ആപ്പ്, ടെലഗ്രാം, ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമുകളിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഡീറ്റെയിലും താഴെ തന്നിട്ടുണ്ട്. ഈ ഒരു ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലാം ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് ഓഫേഴ്സ് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് വരും. അപ്പോൾ ഒരുപാട് മണി നിങ്ങൾക്ക് ഷോപ്പിങ്ങിൽ സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ചാനൽസ് എല്ലാം ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ലൊരു അപ്ഡേറ്റുമായി നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.